എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു ക്രിക്കറ്റ് വിശകലനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പുതിയതും ആവേശജനകവുമായ IPL വിശേഷങ്ങൾ അറിയാനും ഓരോ മത്സരത്തിന്റെയും ആകാംക്ഷ നിറഞ്ഞ മുഹൂർത്തങ്ങൾ നിങ്ങൾ മുന്നിലെത്തിക്കാനുമാണ് ഞങ്ങൾ താൽപര്യപ്പെടുന്നത്. അതിനാൽ ഉടൻ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ അത്യധികം ആവേശകരമായ പ്രകടനത്തെയും അതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഹൃദയസ്പർശിയായ ഒരു സന്ദർഭത്തെയും കുറിച്ചാണ്. ധോണി ഒറ്റയ്ക്ക് തന്നെയാണ് തന്റെ ടീമിനെ ചരിത്ര വിജയം കൈവരിക്കാൻ ഇന്നലെ നയിച്ചത്. അതിനുശേഷം മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടുകയും അത് ക്യാപ്റ്റനായ ധോണി നൂർ അഹമ്മദിനായി സമർപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, ശിവം ദുബെയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ മനസാക്ഷിയെ സ്പർശിച്ചു. പോരാട്ടം നടന്നത് ലക്നൌവിൽ ആയിരുന്നു. ചെന്നൈയും ലക്നൌയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും പോരാടിയതോടെ അതിർത്തികളില്ലാതെ കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണുകളിൽ സന്തോഷാശ്രു നിറഞ്ഞു. ലക്നൌ ആദ്യം ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 166 റൺസ് എന്ന സ്കോർ ഉയർത്തി. ടീമിന്റെ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് 49 പന്തിൽ 4 സിക്സും 4 ബൌണ്ടറിയുമായി 63 റൺസ് നേടി. അവസാന ഘട്ടത്തിൽ അബ്ദുൽ സമദ് 11 പന്തിൽ 20 റൺസ് നേടി ടീമിന് മികച്ച അവസാനം നൽകി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ മികച്ച തുടക്കമാണ് നേടിയത്. രചിൻ രവീന്ദ്രയും റഷീദും ചേർന്ന് പവർപ്ലേയിൽ തന്നെ സ്കോർ 50 കടത്തി. ഇരുവരും ചേർന്ന് അർദ്ധശതക പങ്കാളിത്തം നേടി. എന്നാൽ റഷീദ് പിന്നീട് 27 റൺസ് നേടി പുറത്തായി. പിന്നീട് എത്തിയ ധോണിയും ശിവം ദുബെയും ചേർന്ന് പ്രതിരോധത്തിന്റെ മൂർച്ച കൂട്ടി. ഇരുവരും ചേർന്ന് മത്സരത്തിന്റെ താളം പൂർണ്ണമായും തിരിച്ചു. തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തോടെ ചെന്നൈ ടീമിന് വിജയം സമ്മാനിച്ചു. ലക്നൌവിന്റെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ചെന്നൈ അവരുടെ ടീമിനെ തകർത്ത് ചരിത്രം എഴുതിക്കഴിഞ്ഞു. കളിക്ക് ശേഷം മാൻ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്ത ധോണി അവാർഡ് സ്വീകരിച്ചെങ്കിലും അത് തന്റെ സഹതാരമായ നൂർ അഹമ്മദിനായി വിട്ടുകൊടുത്തത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ധോണി പറഞ്ഞു, "ഈ അവാർഡ് ഞാൻ നൂർ അഹമ്മദിനായി സമർപ്പിക്കുന്നു. കാരണം അവൻ ഇന്ന് നടത്തിയ ബൌളിംഗ് അത്യുത്തമമായിരുന്നു. അവൻ വിക്കറ്റുകൾ നേടാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ബാറ്റ്സ്മാൻമാരെ അടിച്ചമർത്താൻ അവൻ വിജയിച്ചു. ശിവം ദുബെ ഇന്ന് മികച്ച പിന്തുണയായിരുന്നു. ഞങ്ങൾ ചേർന്ന് കളിയെ തിരിച്ചുപിടിച്ചു. ടീമിന്റെ എല്ലാ കളിക്കാരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ബൌളർമാർ. അവർ ലക്നൌവിനെ വലിയ സ്കോർ നേടാൻ അനുവദിച്ചില്ല," ധോണി പറഞ്ഞു. അതുപോലെ തന്നെ റഷീദിന്റെ തുടക്കവും ധോണി പ്രത്യേകമായി പ്രശംസിച്ചു. "റഷീദ് ടീമിന് മികച്ച തുടക്കമാണ് നൽകിയത്. അതിനുശേഷമാണ് ഞങ്ങൾ മത്സരം കൈകാര്യം ചെയ്തത്. ഇത്തരം പ്രകടനങ്ങൾ തുടരുകയാണെങ്കിൽ ഈ വർഷം കിരീടം ഞങ്ങൾക്കായിരിക്കും." അതുപോലെ ലക്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ പ്രകടനവും ധോണി അഭിനന്ദിച്ചു. "പന്തിന്റെ ഒറ്റയാൾ പോരാട്ടം ടീമിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചു. അതിന് അഭിനന്ദനം വേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്നത്തെ മത്സരം ഞങ്ങളുടേതായിരുന്നു." ഇങ്ങനെ പറഞ്ഞ് ധോണി തന്റെ ടീമിനെയും താരങ്ങളെയും അഭിനന്ദിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ധോണിയുടെ ഈ പ്രതികരണമാണ് ചർച്ച. ധോണിയുടെ ഈ ഹൃദയസ്പർശിയായ ഭാവവും ടീമിനെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയും ആരാധകർ കൈയടിക്കുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്നുള്ളത് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ വർഷം IPL ട്രോഫി നേടാൻ സാധ്യതയുള്ള ടീം ആരാണ് എന്ന് കൂടി കമന്റിലൂടെ അറിയിക്കൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം മറ്റൊരു തകർപ്പൻ IPL വിശകലനവുമായി. നന്ദി.